കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് ദിവസമാണ് ഇ.പിയുടെ ആത്മകഥ വന്നത്. അപ്പോൾ അടുത്ത തെരഞ്ഞെടുപ്പ് ദിവസം വരുമ്പോൾ ഇ.പി പാലക്കാടൊക്കെ എത്തി. പക്ഷെ എന്നാലും ഇ.പിയുടെ ആത്മകഥ ഇങ്ങനെ അത് സംബന്ധിച്ച് ഇ.പി ജയരാജൻ തന്നെ വിശദീകരിച്ചിട്ടുണ്ടല്ലോ. അദ്ദേഹം പറയാത്ത ചില കാര്യങ്ങൾ ഈ ആത്മകഥയുടെ ഭാഗമായി വന്നു. അദ്ദേഹം പ്രസിദ്ധീകരണത്തിനോ പ്രകാശനത്തിനോ ആരെയും ഏൽപ്പിച്ചിട്ടില്ല. എന്നാൽ അതെല്ലാം പുറത്ത് അനൗൺസ് ചെയ്യുന്ന നിലപാടാണ് പിന്നീട് നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുള്ളത്. ആ കാര്യത്തിൽ ജയരാജൻ്റെ നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ട്. ജയരാജൻ ഈ കാര്യത്തിൽ സ്വീകരിച്ച നിലപാടാണ് CPI അംഗീകരിക്കുന്നത്. ജയരാജൻ്റെ ഇക്കാര്യത്തുള്ള നിലപാടിനോട് CPMന് അഭിപ്രായ വ്യത്യാസമില്ല. ഈ കാര്യം പറഞ്ഞിട്ടുണ്ട്. എനിക്കൊരു കാര്യം കൂടി പറയാനുണ്ട്. ഇന്ന് KSRTC ശമ്പളവുമായി ബന്ധപ്പെട്ട് അവിടെ INTUC ഉൾപ്പെടെയുള്ള ഒരു വിഭാഗം ആളുകൾ ഹെഡ് ഓഫീസിൻ്റെ മുമ്പിൽ ഉപരോധം തീർക്കുകയുണ്ടായി. യഥാർത്ഥത്തിൽ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്നും KSRTC മാനേജ്മെൻറ്റിൻ്റെ ഭാഗത്തു നിന്നും ഇന്ന് രാവിലെ മുതൽ ശമ്പളം കൊടുത്തു തുടങ്ങും എന്ന് പറഞ്ഞിട്ടുള്ളതാണ്. ദീർഘകാലത്തെ ശ്രമത്തിൻ്റെ ഫലമായിട്ടാണ് ശമ്പളം ഒറ്റ ദിവസം കൊടുക്കുക, ഒരു തവണയായി കൊടുക്കുക എന്ന നിലപാടിലേക്ക് KSRTC മാനേജ്മെൻറ്റ് എത്തിയത്. അത് പരമാവധി നടപ്പാക്കാൻ KSRTC ലാഭകരമായി പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനമല്ല. വൻതോതിലുള്ള നഷ്ടത്തിലാണ് ആ സ്ഥാപനം പ്രവർത്തിക്കുന്നത്. തൊഴിലാളികളുടെ കഠിനമായ ശ്രമത്തിൻ്റെ ഭാഗമായി പതുക്കെ ആ അന്തരീക്ഷം മാറി വരികയാണ്. KSRTCയുടെ വരുമാനം വർദ്ധിപ്പിക്കുന്നതിന് സഹായകരമായ നിലപാടാണ് KSRT എംപ്ലോയീസ് അസോസിയേഷൻ ഈ സ്ഥാപനത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇങ്ങനെയെല്ലാമുള്ള തുടർച്ചയായ ഗവൺമെൻറ്റുമായി ചേർന്ന് നടത്തുന്ന തുടർച്ചയായ പരിശ്രമത്തിൻ്റെ ഫലമായി നിരവധി ഡിപ്പോകൾ ലാഭത്തിലേക്ക് മാറ്റുന്നതിന് വേണ്ടി കഴിഞ്ഞിട്ടുണ്ട്. ഇത്തരമൊരു സാഹചര്യത്തിൽ ശമ്പളം ഒറ്റ തവണയായി കൊടുക്കുന്നതിന് വേണ്ടിയുള്ള നിലപാട് മാനേജ്മെൻറ്റും ഗവൺമെൻറ്റും സ്വീകരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഇങ്ങനെയൊരു സമരം എന്തടിസ്ഥാനത്തിലാണ് എന്നുള്ളത് മനസ്സിലാവുന്നില്ല. ഇന്ന് അവിടെ ശമ്പളം കൊടുക്കേണ്ടുന്ന ഉദ്യോഗസ്ഥന്മാരെ പുറത്ത് തടഞ്ഞു വെച്ച് ശമ്പളം കൊടുക്കുന്നില്ല എന്ന് പറയുന്നതിൻ്റെ ന്യായീകരണം INTUC ഉൾപ്പെടെയുള്ള വിഭാഗങ്ങൾ നടത്തിയിട്ടുള്ള ഈ സമരം KSRTCയിലെ തൊഴിലാളികളുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിന് സഹായകരമല്ല. ഇപ്പോഴവിടെ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. തടഞ്ഞു വെച്ച ഉദ്യോഗസ്ഥന്മാരെ അകത്ത് കടക്കുന്നതിന് വേണ്ടി പ്രവേശിച്ചിട്ടുണ്ട്. 2 മണിക്കൂറിനുള്ളിൽ ശമ്പളം കൊടുക്കുന്നതിന് വേണ്ടിയുള്ള നിലപാട് സ്വീകരിക്കാൻ കഴിയും. ഇന്നൊരു നിലപാടെടുത്തിട്ട് 2 മണിക്കൂറിനുള്ളിൽ ശമ്പളം കൊടുക്കാൻ പറ്റില്ലല്ലോ. നേരത്തെ വരുന്ന നിലപാടിൻ്റെ ഭാഗമായിട്ട് ഇന്ന് രാവിലെ മുതൽ ശമ്പളം കൊടുത്തു തുടങ്ങും എന്ന് പറഞ്ഞ സാഹചര്യത്തിൽ അതെല്ലാം മനസ്സിലാക്കിക്കൊണ്ടാണ് അവിടെ INTUCയുടെ നേതൃത്വത്തിൽ ഈ ഒരു സമരം നടന്നിട്ടുള്ളത്. അത് KSRTCയിലെ തൊഴിലാളികളും ജനങ്ങളും ഈ പ്രശ്നം തിരിച്ചു രാഷ്ട്രീയമായ പ്രചാരവേലയെ ലക്ഷ്യം വെക്കുന്നതിന് തൊഴിലാളികളെ ആയുധമാക്കാൻ പാടില്ല. അതാണ് ഇന്ന് KSRTCക്കകത്ത് നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുള്ളത്. അവിടെ 61 വർഷമായി കോൺഗ്രസിൻ്റെ നേതൃത്വത്തിലാണ് ചേവായൂർ സർവീസ് സഹകരണ ബാങ്ക് പ്രവർത്തിക്കുന്നത്. ആ ബാങ്കിൻ്റെ ഭരണ നടപടികളുമായി ബന്ധപ്പെട്ട് കോൺഗ്രസിൻ്റെ നേതൃത്വം സ്വീകരിക്കുന്ന അഴിമതി നിലപാടിനെതിരായി വലിയ തോതിലുള്ള അമർഷം ബാങ്കിലെ ഭരണസമിതി അംഗങ്ങളുടെ ഇടയിൽ തന്നെ ഉയർന്നു വന്നിട്ടുണ്ട്. നേരത്തെ പ്രസിഡൻ്റായി പ്രവർത്തിച്ചിരുന്ന പ്രശാന്തല്ലേ, നേരത്തെ പ്രസിഡൻ്റായി പ്രവർത്തിച്ചിരുന്ന അദ്ദേഹം ഉൾപ്പെടെ ഈ കാര്യത്തിൽ കോൺഗ്രസിൻ്റെ നിലപാടിനെതിരായ സമീപനം സ്വീകരിച്ചു. അങ്ങനെയാണ് വിമത വിഭാഗം എന്ന നിലയിൽ ഒരു വിഭാഗത്തെ കോൺഗ്രസ് ചിത്രീകരിച്ചത്. അങ്ങനെ അഴിമതിക്കെതിരായ നിലപാട് സ്വീകരിച്ച് വന്ന വിഭാഗങ്ങളുമായി അവിടെ CPM സഹകരിച്ചിട്ടുണ്ട്. അങ്ങനെയാണ് തെരഞ്ഞെടുപ്പ് നടന്ന സമയത്ത് നേരത്തെ കോൺഗ്രസിൻ്റെ നേതൃത്വത്തിലുണ്ടായിരുന്ന ഭരണത്തിൻ്റെ നേതൃത്വത്തിലവരായിരുന്നുള്ളത് അവരെ നേതൃത്വത്തിലുണ്ടായിരുന്ന പാനൽ പരാജയപ്പെട്ടു. വിമതരാണെന്ന് കോൺഗ്രസ്സുകാർ തന്നെ പറഞ്ഞിട്ടുള്ളവർ ഉൾപ്പെടെ ചേർന്നിട്ടുള്ള പാനൽ വലിയ വോട്ടിന് വിജയിക്കുന്ന നിലയിലേക്ക് കാര്യങ്ങൾ വന്നു. ഇന്നലെ UDFൻ്റെ കൗൺസിലർ ഉൾപ്പെടെയുള്ള ആളുകൾ കള്ളവോട്ട് ചെയ്യുന്നതിന് വേണ്ടി നടത്തിയ ശ്രമത്തെ തുടർന്നാണ് അവിടെ സംഘർഷത്തിന് തുടക്കം കുറിക്കുന്നത്. അപ്പോൾ ഈ സംഘർഷത്തിന് തുടക്കം കുറിക്കുന്ന അതിനുശേഷം അവിടെ സമാധാനപരമായി പോളിംഗ് നടത്തുന്നതിന് വേണ്ടിയുള്ള എല്ലാ ശ്രമങ്ങളും നടന്നിട്ടുണ്ട്. അവസാനം പോളിംഗ് നടന്നു. സംഘർഷഭരിതമായിരുന്നു അവിടെ അന്തരീക്ഷം. പോളിംഗ് നടന്ന് ഇന്നലെ തെരഞ്ഞെടുപ്പ് ഫലം പ്രഖ്യാപിച്ചപ്പോൾ ഈ ജനാധിപത്യ മുന്നണി എന്നുള്ള നിലയിൽ മത്സരിച്ചിട്ടുള്ള വിഭാഗം
വലിയ വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിന് അവിടെ ജയിക്കുകയുണ്ടായി. കഴിഞ്ഞ കാലത്ത് കോൺഗ്രസ്സുകാർ നടത്തിയിട്ടുള്ള നിലപാടിൻ്റെ പ്രതിഷേധമാണ് അവിടെ ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ KPCC പ്രസിഡന്റ് പരസ്യമായ ഒരു ആഹ്വാനം നൽകി. അദ്ദേഹം പറഞ്ഞത് ഈ ബാങ്കിന് തെരഞ്ഞെടുപ്പിൽ എതിരായി നിൽക്കുന്ന ആരെങ്കിലും അവരുടെ ജീവൻ വേണമോ എന്നുള്ളത് അവരെ ജീവിക്കാൻ അനുവദിക്കില്ല എന്ന നിലപാടാണ് അദ്ദേഹം സ്വീകരിച്ചത്. ആക്രമണത്തിന് കോൺഗ്രസ്സുകാരോട് പരസ്യമായി ആഹ്വാനം ചെയ്യുന്ന നിലപാട് KPCC പ്രസിഡന്റ് സ്വീകരിക്കേണ്ടായി. KPCC പ്രസിഡന്റ് സ്വീകരിച്ച ഈ നിലപാടിനെതിരായിട്ടുള്ള വിധിയാണ് ചേവായൂർ ബാങ്ക് ഇലക്ഷനുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്നിട്ടുള്ളത്. അത് രാഷ്ട്രീയ രംഗത്ത് നിന്ന് അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു സമീപനത്തിൻ്റെ ഭാഗമാണ്. അത് തുടരുക തന്നെ ചെയ്യും. ഇത്തരം ഒരു നീക്കത്തിനെതിരായി, നിഷേധാത്മകമായ നിലപാടിനെതിരായി, അക്രമത്തിന് പ്രോത്സാഹനം കൊടുക്കുന്ന നിലപാടിനെതിരായി ഉറച്ച നിലപാടെടുത്തുകൊണ്ട് തന്നെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി CPIM മുന്നോട്ട് പോകും എന്നുള്ളത് തന്നെയാണ് ഈ കാര്യത്തിൽ പറയാനുള്ളത്.